പാർവതി മഹേന്ദ്രനോടുള്ള പേടി മാറ്റിവെച്ച് ധൈര്യത്തോടെ സംസാരിക്കുകയാണ്. പാർവതി മഹേന്ദ്രനോട് എനിക്ക് നിങ്ങളെ കണ്ട ആ നിമിഷം തന്നെ മനസ്സിലായതാണ് എനിക്ക് ജോലി കിട്ടില്ല എന്ന്. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീട്ടിലെ മുതിർന്നവരും കുട്ടികളും എനിക്ക് കുറെ ടെസ്റ്റുകൾ ചെയ്താണ് എന്നെ സെലക്ട് ചെയ്തത്. സാറിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറയുന്നത് ശരിയാണോ എന്നും ഞാൻ പുറത്ത് പെരുമാറുന്നത് പോലെ ഇവിടെ പെരുമാറുമെന്ന് ഡിസൈഡ് ചെയ്തത് എന്തിനാണെന്നും സാറിന് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിക്കാമെന്നും പഴയ ദേഷ്യവും വെറുപ്പും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറരുതെന്നും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മഹേന്ദ്ര ഒരു ട്രാഫിക് റൂൾ പോലും പാലിക്കാൻ കഴിയാത്ത നീ എങ്ങനെ കുട്ടികളെ ഉത്തരവാദിത്വത്തോടെ നോക്കുമെന്നും കുട്ടികളെ നല്ലത് എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു മിസ് അമ്മയെ നിന്നിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നും മഹേന്ദ്ര പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന മഹേന്ദ്രന്റെ അച്ഛൻ ഒരു ചാൻസും കൂടി പാർവതിക്ക് കൊടുക്കാൻ പറയുമ്പോൾ പാർവതി മഹേന്ദ്രനോട് കുട്ടികളെ നോക്കാൻ വേണ്ടി ഞാൻ ഫിറ്റ് ആണെന്ന് തെളിയിക്കാൻ എനിക്കൊരു അവസരം തന്നു നോക്കാൻ പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന മഹേന്ദ്ര 3 ദിവസം പാർവതിക്ക് ഫിറ്റ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. ഫിറ്റ് അല്ലെങ്കിൽ ഒന്നും പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയുന്നു. അത് കേട്ട് മഹേശ്വരി ഒഴികെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. 3 ദിവസത്തിന് ശേഷം നീ പറഞ്ഞതാണോ ശരി ഞാൻ പറഞ്ഞതാണോ ശരി എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് മഹേന്ദ്ര അവിടെ നിന്നും പോകുന്നു. ഈ ടെസ്റ്റ് പാസ്സാവണം എന്ന് പാർവതിയോട് പറഞ്ഞിട്ട് മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും അവിടെ നിന്നും പോകുന്നു. റൂമിൽ വരുന്ന കുട്ടികൾ മിസ് അമ്മയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു അവസരം കൂടി കിട്ടിയതിൽ സന്തോഷത്തോടെ നിൽക്കുകയാണ്. നമ്മുടെ ടോർച്ചർ കാരണം മിസ് അമ്മ നേരത്തെ ഇവിടെ നിന്നും ഓടിപ്പോകുമെന്ന് പറയുകയാണ് കുട്ടികൾ. മറുവശത്ത് പാർവതിയോടുള്ള ദേഷ്യം കൊണ്ട് റൂമിലിരിക്കുകയാണ് മഹേശ്വരി. ഈ സമയം രാഘവനോട് പാർവതി ഈ ഐഡിയ എല്ലാം പറഞ്ഞു തന്നത് അടുത്തുള്ള വീട്ടിലെ സ്ത്രീയാണെന്ന് പറയുന്നു. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുന്ധതി. അടുത്ത സീനിൽ ഗേറ്റിന് പുറത്ത് വിഷമിച്ചിരിക്കുകയാണ് ഗുപ്തന് മോതിരമില്ലാത്തത് കൊണ്ട് യമലോകത്ത് പോകാനും കഴിയുന്നില്ല, ഭൂമിയിൽ നിൽക്കാനും കഴിയുന്നില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഗുപ്തനെ തന്നെ തുറച്ചു നോക്കുന്നത് കാണുന്ന ഗുപ്തൻ അയാൾ തന്റെ ശരീരത്തിലുള്ള ഓർണമെന്റ്സ് മോഷ്ടിക്കാൻ വേണ്ടി നോക്കുന്നതാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഗുപ്തൻ. അയാൾ ഗുപ്തനെ ബഹുമാനിക്കാത്തത് കാണുന്ന ഗുപ്തന് തന്റെ മോതിരം കയ്യിലില്ലാത്തത് കൊണ്ടാണ് ആർക്കും തന്നോട് ബഹുമാനം ഇല്ലാത്തതെന്ന് വിചാരിച്ച് വിഷമിച്ച് നിൽക്കുന്ന ഗുപ്തൻ ഗേറ്റിൽ തട്ടി തുറക്കാൻ പറയുകയാണ്. ആരും ഗേറ്റ് തുറക്കാത്തത് കാണുന്ന ഗുപ്തൻ ഗേറ്റ് ചാടാൻ ശ്രമിക്കുമ്പോൾ ആ വഴി പോകുന്ന പോലീസ് അത് കാണുന്നു. പോലീസ് ഗുപ്തന്റെ അടുത്ത് പോയിട്ട് ഗുപ്തൻ ഒരു കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് ഗുപ്തനോട് പോലീസ് ദേഷ്യപ്പെടുകയാണ്. ഗുപ്തൻ പോലീസിനോട് ഭൂമിയിൽ നിന്ന് ഒരു ആത്മാവിനെ കൊണ്ടുപോകാൻ വന്നതാണെന്നും ആ ആത്മാവ് എന്റെ മോതിരം മോഷ്ടിച്ചതാണെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന പോലീസ് അതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് പോലീസ് ഗുപ്തനെ ഒരു കള്ളനാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. ബൈക്കിൽ കയറാൻ അറിയാത്തത് കൊണ്ട് കുറെ പാടുപെട്ട് ഒത്തിരി പരിശ്രമങ്ങൾക്ക് ശേഷം ഗുപ്തൻ ബൈക്കിൽ കയറുന്നു. അടുത്ത സീനിൽ പാർവതി അവിടെ എല്ലായിടത്തും അരുന്ധതിയെ നോക്കുകയാണ്. അപ്പോഴാണ് പാർവതിക്ക് അരുന്ധതിയുടെ പേര് അറിയാത്ത കാര്യം മനസ്സിലാകുന്നത്. ഇത്രയും ഹെൽപ്പ് ചെയ്ത് അവരുടെ പേര് പോലും ചോദിച്ച് അറിയാൻ കഴിയാത്തത് കൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ് പാർവതി. എന്ത് പറഞ്ഞ് അവരെ വിളിക്കുമെന്ന് ആലോചിച്ച് പാർവതി നിൽക്കുമ്പോൾ പാർവതിക്ക് ഫോണിൽ കൂടി അരുന്ധതി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്ന പാർവതി ചേച്ചി എന്ന് വിളിക്കുകയാണ്. ആ വിളി കേൾക്കുന്ന അരുന്ധതി സന്തോഷം കൊണ്ട് കരയുകയാണ്. എന്നിട്ട് പാർവതിയുടെ അടുത്ത് വരികയാണ് അരുന്ധതി. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം. ബൈ.